ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈനീസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സേമിയ കൊണ്ടിട്ട് നമുക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ട് നല്ല ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. എസ്പെഷ്യലി കുട്ടികളുടെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും തന്നെ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക. വൈകുന്നേരങ്ങളിൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു സർപ്രൈസായിട്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കി വയ്ക്കുക. അപ്പോൾ മാത്രമാണ് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഞാനിതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായതിന് ശേഷം ഞാനിട്ട് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാനിതിലോട്ട് 2 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2-3 വറ്റൽമുളക് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിയാണ്, ചെറുതായി കൊത്തിയരിഞ്ഞ ഇഞ്ചി ചോപ്ഡ്, നമ്മൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ചെറുതായി കൊത്തി എരിഞ്ഞെടുക്കുക. അങ്ങനെ കുറച്ച് 1/2 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള ഉള്ളി കൂടി കൊത്തി എരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സാക്കി കൊടുക്കണം. അപ്പോൾ സവാള നന്നായി മിക്സാക്കി അതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലോട്ട് ഞാൻ കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എരിവ് വേണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് സ്കിപ്പ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 3/4 കപ്പ് അളവിൽ ഗ്രീൻ പീസാണ്, ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന ഒന്നാണ് ഫ്രോസൺ ഗ്രീൻ പീസ്. മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് വെച്ചിട്ട് നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ലാസ്റ്റ് ഞാൻ ചേർക്കുന്നത് ചീരയാണ്. അപ്പോൾ ചീരയുടെ ഇല മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അളവിൽ ചീര എടുത്തിട്ടുണ്ട്. തണ്ട് ചേർക്കാം, പക്ഷേ നമ്മൾ ചെറിയ ഇളം തണ്ടുണ്ടല്ലോ, അത് വേണമെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിതിൽ ഇല മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. നമുക്ക് ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം മിക്സായി കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ ഇതിലോട്ട് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് ഇടാവുന്നതാണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എനിക്കൊരല്പം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരല്പം ഉപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിനെ തിളയ്ക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഫൈനലി ചേർക്കുന്നത് 1 കപ്പ് സേമിയയാണ്. റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയയാണ്. റോസ്റ്റഡ് ആയിട്ടുള്ളത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് അല്ലാത്തത് റോസ്റ്റഡ് അല്ലാത്തത് വാങ്ങിച്ച് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് സേമിയ ഞാൻ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ വച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മളത് മിക്സ് ആക്കാവുള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡിപ്പ് ചെയ്ത് വെക്കുക. ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കുക. ഒരു 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് പതുക്കെ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ തന്നെ നമ്മുടെ സേമിയൊക്കെ വെന്തിട്ടുണ്ടാവും. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ മിക്സ് ആക്കുമ്പോൾ കുഴഞ്ഞതുപോലെയൊക്കെ തോന്നുമെങ്കിലും തണുത്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. കറക്റ്റ് പാകമാണ്, വെള്ളവും എല്ലാം കറക്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ബീൻസും ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം ഒരു 2 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. എന്നിട്ടൊരു സർവിങ് ബൗളിലോട്ട് എടുത്ത് വയ്ക്കുക. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സർപ്രൈസായിട്ട് ഇതെല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വയ്ക്കുക. പുത്തൻ വീഡിയോസുമായിട്ട് നല്ല ഈസി റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരെ ബൈ.